പാലക്കാട്ടെ കരുത്തനായ നേതാവ് എ.വി. ഗോപിനാഥിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം ലഭിച്ചാൽ അത് ഭഗവാന്റെ അനുഗ്രഹമായി കരുതി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞാനൊരു ഗുരുവായൂരപ്പ ഭക്തനാണ്. അങ്ങനെ ഒരു പദവി തേടിയെത്തിയാൽ അത് വലിയ ഭാഗ്യമായി കാണും, ഗോപിനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ഭക്തന്റെ മനസ്സോടെയാണ് താൻ ഇതിനെ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഗോപിനാഥ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയാണ് പുതിയ അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനം. മുഖ്യമന്ത്രിയോട് താൻ പദവികളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഗോപിനാഥ് വ്യക്തമാക്കി. സർക്കാർ എന്ത് തീരുമാനിച്ചാലും അത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം CPIM നേതൃത്വവുമായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം നൽകുന്നത് ഉപകരിക്കുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPIMുമായി സഹകരിച്ചാണ് ഗോപിനാഥ് മത്സരിച്ചത്. എന്നാൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. തിരഞ്ഞെടുപ്പിൽ CPIM തന്നെ കാലുവാരി തോൽപ്പിച്ചെന്ന കടുത്ത ആരോപണം ഗോപിനാഥ് ഉന്നയിച്ചിരുന്നു. ഇത് ഇടതുമുന്നണിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. 2019 മുതൽ തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി ഗോപിനാഥ് അകന്നു കഴിയുകയായിരുന്നു. പാർട്ടിക്കുള്ളിലെ അവഗണനയാണ് അദ്ദേഹത്തെ മാറ്റത്തിന് പ്രേരിപ്പിച്ചത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതോടെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. കെ സുധാകരനുമായുള്ള ഭിന്നതയും ഇതിന് കാരണമായി. സർക്കാരിന്റെ നവകേരള സദസ്സിൽ പങ്കെടുത്തതോടെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ ഔദ്യോഗികമായി പുറത്താക്കിയത്. ഇതോടെ അദ്ദേഹം പൂർണ്ണമായും ഇടതുപക്ഷത്തോടടുത്തു. കോൺഗ്രസ് വിട്ട ശേഷം സ്വന്തം നിലയിൽ സ്വതന്ത്ര ജനാധിപത്യ മുന്നണി രൂപീകരിച്ച അദ്ദേഹം പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. തുടർച്ചയായി 25 വർഷക്കാലം പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഗോപിനാഥ് ആ പ്രദേശത്തെ അനിഷേധ്യ നേതാവായാണ് അറിയപ്പെടുന്നത്. 1991 ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് MLA ആയി വിജയിച്ച ഗോപിനാഥ് മികച്ച ഒരു പാർലമെന്റേറിയൻ കൂടിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഗോപിനാഥിനുള്ള സ്വാധീനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഗുണകരമാകുമെന്ന് CPIM സംസ്ഥാന നേതൃത്വം കരുതുന്നു. ദേവസ്വം ബോർഡ് ചെയർമാൻ പദവി നൽകുന്നതിലൂടെ രാഷ്ട്രീയമായി ഗോപിനാഥിനെ പുനരധിവസിപ്പിക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച ഫയലുകൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണെന്നാണ് വിവരം. ആദ്യ പ്രാദേശിക CPM ഘടകത്തിന് വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലോടെ എതിർപ്പുകൾ തണുത്തിട്ടുണ്ട്. ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും ഭരണ സംവിധാനം മെച്ചപ്പെടുത്താനും ഗോപിനാഥിനെ പോലൊരു അനുഭവസമ്പന്നനായ നേതാവിന് കഴിയുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഗോപിനാഥ് നടത്തുന്ന ഈ തിരിച്ചുവരവ് പാലക്കാട്ടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ദേവസ്വം ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടായേക്കും. ഗോപിനാഥിനെ പോലെ ഒരു നേതാവ് ദേവസ്വം തലപ്പത്ത് വരുന്നത് ഭക്തർക്കിടയിലും അനുകൂല തരംഗമുണ്ടാക്കുമെന്ന് ഇടത് കേന്ദ്രങ്ങൾ കരുതുന്നു. പാലക്കാട്ടെ രാഷ്ട്രീയ ഭൂമികയിലെ എ.വി. ഗോപിനാഥ് എന്ന വ്യക്തിപ്രഭാവം ഗുരുവായൂർ ദേവസ്വം ബോർഡിലൂടെ പുതിയൊരു ഇന്നിംഗ്സിന് തുടക്കമുറിക്കാനൊരുങ്ങുകയാണ്.